ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഒരു വിഷു ആഘോഷിക്കുന്നു 2024. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ലതുപോലെ നടന്ന് നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം സാധിക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പേര് ശ്രീകല, ശ്രീസ്ലോക്സ്. എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഒരു കമൻറ്റ് തീർച്ചയായിട്ടും വേണം. രാവിലെ നമ്മൾ വെളുപ്പിനെ വിഷുക്കണിയെല്ലാം വച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്. വെറൈറ്റി ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം വീഡിയോയിൽ നമ്മളിത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിൽ വെച്ച വിഷുക്കണി. ശ്രീകൃഷ്ണ ഭഗവാനും കണിവെള്ളരിക്കയും ഇല്ലാത്ത ഒരു വിഷുവാണ് ഇപ്രാവശ്യം. അത് സ്പെഷ്യൽ. എനിക്ക് ഇപ്രാവശ്യം കണിക്കൊന്ന പൂവ് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ്. തമിഴ്നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞാൻ കണിക്കൊന്ന പൂവ് ഉപയോഗിച്ചൊരു വിഷുക്കണി വയ്ക്കുന്നത്. അതുപോലെ അതൊക്കെ വച്ച് നല്ല ഹാപ്പി ആയിട്ട് രാവിലെ വിഷുക്കണി വെളുപ്പിനെ കണിയെല്ലാം കണ്ട് ഞങ്ങളെല്ലാവരും കണ്ട്. പിന്നെ നമുക്കിന്ന് പുതുവർഷമാണ്. തമിഴ് പുതിയ വർഷം തുടങ്ങുക. അപ്പം പുതിയ വർഷത്തിൻ്റേതായ സ്വാമി കുമ്പിടൽ അത് ഇച്ചിരിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 7 മണി 8 മണിക്കകത്ത് അത് നടക്കണം. അതിന് സമയമൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്ക് കൊച്ചുങ്ങളൊക്കെ കുളിച്ചിട്ട് വരും. ഞാൻ രാവിലെ എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞു. അപ്പം ഇത് വിഷു കാണാൻ നമ്മളെല്ലാം റെഡിയാക്കുന്നത് ഞാൻ ഒറ്റയ്ക്കാണ്. രാവിലെ എണീറ്റത് പിന്നെ ഓരോരുത്തരെ കൊണ്ടുവന്നിട്ട് കണിയുണ്ട്. ഇപ്പോൾ ഇതെല്ലാവരും ഒന്നിച്ച് നിന്നാണ് സ്വാമി കുമ്പിടുന്നത്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാം അലങ്കാരമൊക്കെ ചെയ്തിട്ടുണ്ട്. പൂജാ റൂമിൽ എല്ലാം നല്ല സെറ്റപ്പാക്കി വെച്ച് എല്ലാവർക്കും വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. നല്ല രീതിയായിട്ട് സ്വാമി കുമ്പിട്ടിട്ട് ഈ വർഷം നല്ല നിറവോടെ വിചാരിച്ചെല്ലാം നടക്കണം. ഒരു കുഴപ്പമുണ്ടാവരുത്. ആയുസ്സാരോഗ്യ സൗഭാഗ്യങ്ങൾ എല്ലാം വന്നു ചേരണം എന്നൊക്കെ പ്രാർത്ഥിക്കാനുള്ളതെല്ലാം പ്രാർത്ഥിച്ച് നമ്മൾ ഈ വർഷത്തെ പുതുവർഷത്തെയും വരവേറ്റു. ഓക്കെ. അപ്പോൾ ജോലികൾ ഇന്നലെ രാത്രി ഉറങ്ങാനൊരു 12 മണി കഴിഞ്ഞു. പിന്നെ രാവിലെ എണ്ണീപ്പും ഒക്കെ ആയപ്പോൾ ഭയങ്കര ക്ഷീണം. രാവിലെ വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ട് ഇഡ്ഡലി, സാമ്പാർ, ചട്നി. സാമ്പാർ ഉച്ചക്കലത്തേക്കും ചേർത്തങ്ങ് വച്ചു. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചു പാത്രം ഒന്ന് ലൈറ്റായിട്ട് കഴുകി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഉച്ചക്കൽ ചെയ്യുന്നതിനും കൂടെ പാത്രമായി പോവും. അങ്ങനെ 4 ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയെല്ലാം തിന്ന് കൊച്ചുങ്ങളെല്ലാവരും തിന്ന് കഴിഞ്ഞിട്ട് വീടെല്ലാം ഒന്ന് ഒതുക്കിയിട്ടിട്ട് എല്ലാം ടി വിയുടെ മുന്നിൽ. അമ്മക്ക് വേറെ ജോലിയുണ്ട്. അങ്ങനെ ഒരു 11 മണിക്ക് പോയി കിടന്ന ഞാൻ എണീക്കുക 1:30 മണിയായി. 1:30 മണിയായിട്ട് എണീറ്റങ്ങ് അയ്യോ നമ്മൾ ചോറ് വയ്ക്കണമല്ലെന്നും പറഞ്ഞ് പിന്നെ അങ്ങോട്ടാണ് എണീറ്റ് വെള്ളം അടപ്പ് വെച്ച് അരിയിട്ട് സാമ്പാർ വെച്ചെന്തെങ്കിലും കാര്യമായി. രസം വെച്ച് ഒരു ചെറിയൊരു പായസവും വെച്ച് ഇത് പടവലങ്ങിയ തോരൻ കൂട്ടുകണക്ക് വെച്ച് പപ്പടം പൊരിച്ച് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഉരുളക്കിഴങ്ങിനെ ബിരിയാണി മസാല ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത്. ഇത് മാങ്ങാ പച്ചടി എന്ന് പറയും. മാങ്ങാ പച്ചടി എല്ലാ ടേസ്റ്റും ഉള്ളതാണ്. അതുകൊണ്ട് മാങ്ങാ പച്ചടി വെച്ചേ പറ്റൂ. മാങ്ങാ പച്ചടിയും വെച്ച് പിന്നെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഊണൊക്കെ ഉണ്ട് വിഷുവിൻ്റെ സദ്യയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇച്ചിരി നേരം വൈകുന്നേരം മേലെ പോയി അവൾ കിടന്ന് ചാടുമായിരുന്നു. എന്നാൽ പിന്നെ അതിനെയും കൂടെ ആഡ് ചെയ്യാമെന്നും പറഞ്ഞ് അതും ഒന്ന് എടുത്തിട്ടിട്ടുണ്ട്. പിള്ളേർക്ക് വീട്ടിലിരുന്നങ്ങ് ബോറടിക്കുക. അപ്പോൾ അവ എങ്ങോട്ടെങ്കിലും പോകണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ അതുങ്ങളെ വീട്ടിൽ അടച്ചിട്ടേക്കുക. അങ്ങനെ ഒരു നേരം നോക്കുമ്പോൾ പാവം തോന്നും. നമ്മളൊക്കെ സ്കൂളൊക്കെ അടയ്ക്കുമ്പോൾ നമ്മളൊക്കെ എവിടോട്ടൊക്കെ ആയിരുന്നു മാനം ചാടിക്കൊണ്ട് നടന്നത്. അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് പോവാം, മാങ്ങ എറിയോ ചക്ക എറിയോ, ഇതൊക്കെയായിരുന്നു പരിപാടി. അങ്ങനെ നമ്മുടെ 2024 വിഷു അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് വന്ന് റെസ്റ്റ് എടുത്ത് ചായയൊക്കെ ഇട്ട് കുടിച്ച് രാത്രിയിലത്തേക്ക് ചോറും ഇരിപ്പുണ്ട്, പായസവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ കാര്യം ഇതിനകത്തങ്ങ് തീർക്കാം. നാളെ പുതിയതായിട്ട് തുടങ്ങാമെന്നും പറഞ്ഞ് രാത്രിയിൽ ജോലികളൊന്നുമില്ല. അങ്ങനെ ശരി, എന്നാൽ പിന്നെ വിളക്കൊക്കെ കത്തിച്ചിട്ട് വന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മളെ ഒന്ന് കാണിക്കാമെന്നും പറഞ്ഞ് വന്നതാ. വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യണമല്ലോ, വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് വിഷുവൊക്കെ ആഘോഷിച്ച് സംതൃപ്തിയായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. വിഷു കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടാൻ പറ്റുന്നത്, സാരമില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും പറഞ്ഞതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ടാറ്റാ ബൈ ബൈ, സീ യു ഫ്രണ്ട്സ്.